അപ്പോ നീ എന്താ വിളിച്ചേ? ദിയ ചേച്ചീന്. എന്താ ചേച്ചി? ദിയ ചേച്ചിന്നാണല്ലേ? ഓക്കെ ഓക്കെ. ചേച്ചി എന്താ വിചാരിച്ചേ? ഞാൻ എന്ത് വിളിച്ചോന്ന് തോന്നി? അല്ല, റിയ ചേച്ചിന്ന് വിളിച്ച പോലെ തോന്നി. അല്ല, അതിന് ചേച്ചിക്ക് എന്തിനാ ടെൻഷൻ? എനിക്കെന്ത് ടെൻഷൻ? നീ എന്റെ അപ്പു അല്ലേ? നിനക്ക് എന്നെ എന്ത് വേണേലും വിളിക്കാലോ. റിയ ചേച്ചിന്നോ ദിയ ചേച്ചിന്നോ എന്ത് വേണേലും വിളിക്കാം. ഭയങ്കര ബുദ്ധിമതി തന്നെ. ഇവൻ എന്തോ സംശയം വന്നിട്ടുണ്ട്. റൂമിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ? എന്റെ പേരുള്ള എന്തെങ്കിലും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അയ്യോ, എന്റെ സർട്ടിഫിക്കറ്റ് വല്ലതും കണ്ടോ? എന്താ ചേച്ചി, എന്താ ആലോചിക്കുന്നേ? ചേച്ചിക്ക് വല്ലാത്ത ടെൻഷനാണല്ലോ. ഒന്നുമില്ല ഒന്നുമില്ല. എനിക്കെന്തിനാ ടെൻഷൻ? അല്ല, ഞാൻ റിയ ചേച്ചിനെ വിളിച്ചപ്പോ ചേച്ചി തിരിഞ്ഞു നോക്കി, പിന്നീട് ടെൻഷനായി, ഒരു പേടി. പിന്നെ എനിക്കെന്തിനാ പേടി? ഇനി എനിക്ക് വട്ടെഴുതാണോ അതോ ചേച്ചി എന്നെ വട്ടനാക്കുന്നതാണോ? കൊണ്ട് പിടിക്കും ഞാൻ. കാണിച്ചു തരാം. അയ്യോ, എവിടെയാ അത്? കാണുന്നില്ലല്ലോ. സർട്ടിഫിക്കറ്റ് നോക്കുക. എന്റെ സർട്ടിഫിക്കറ്റ് ദിയുടെ കൈ കൊടുത്താൽ മതിയായിരുന്നു. ഇനിയത് അപ്പന്റെ കയ്യിലെങ്ങാനും കിട്ടിക്കാണുമോ? അപ്പോ എന്ത് ചേച്ചി? എന്ത് ചേച്ചി? അല്ല, നീ ഇവിടെ എന്തെങ്കിലും കണ്ടോ എന്റെ ബാഗില്? ബാഗിൽ എന്തെങ്കിലും കണ്ടോന്നോ? എന്താ ചേച്ചി പറയുന്നേ? അല്ല, നീ എന്തേലും പേപ്പറോ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തേലും? സർട്ടിഫിക്കറ്റോ? എന്ത് സർട്ടിഫിക്കറ്റ്? അല്ല, ക്യാമ്പിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്. എന്റെ ഒരു കൂട്ടുകാരിയുടെ സർട്ടിഫിക്കറ്റ്. അത് എന്റെ ബാഗിലായിരുന്നു. ഫോട്ടോ പ്രിന്റ് ചെയ്തപ്പോഴേ അത് മാറിപ്പോയി. ടീച്ചർ പറഞ്ഞു അത് കറക്റ്റ് ചെയ്ത് തരാന്ന്. എന്റെ അമ്മ സമ്മതിച്ചു. ഭയങ്കര ബുദ്ധി തന്നെ. അതിനിടയ്ക്ക് പറയാനുള്ള സൂത്രമൊക്കെ ഒപ്പിച്ചു. ഇവൻ തന്നെ എടുത്തത്, അതുറപ്പാ. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ആ സർട്ടിഫിക്കറ്റ് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണോ? പിന്നെ എന്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് എന്റെ ഫ്രണ്ടിന്റെ സർട്ടിഫിക്കറ്റാ. അതാ പ്രശ്നം. സർട്ടിഫിക്കറ്റ് മാത്രം വെച്ച് തെളിവുണ്ടാക്കിയ പോരാ. ഉടനെ തന്നെ ഫോണും പരിശോധിക്കണം. എന്നിട്ട് വേണം എല്ലാം കണ്ടുപിടിക്കാൻ. അപ്പോ നിന്റെ കൈ കിട്ടിയെങ്കിൽ അതിങ്ങ് താ. കൊള്ളാം. എന്റെ കൈ കിട്ടിയെങ്കിൽ ഞാനത് ചോദിക്കാതെ തന്നെ തരില്ലേ ചേച്ചി? പിന്നെ ചേച്ചി, അമ്മ ചേച്ചിയെ വിളിച്ചായിരുന്നോ? എന്തോ ചോദിക്കാനാ. എന്തു ചോദിക്കാൻ? ചേച്ചിയെ കണ്ടില്ലല്ലോ, വന്നിരുന്നെങ്കിൽ കുറെ നേരം വർത്തമാനം പറഞ്ഞിരിക്കാനും പറഞ്ഞു. ആണോ? പിന്നെ അല്ലെങ്കി ഇപ്പൊ ചേച്ചി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനേ അമ്മയുടെ അടുത്ത് പോയിട്ട് വരാം. അല്ല, ആ കാണാനില്ലെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റോ? അത് ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ.
പരിശോധിക്കാം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. പെട്ടെന്ന് പോ ചേച്ചി, ഞാനൊന്ന് ഫോൺ പരിശോധിക്കട്ടെ. സ്റ്റോപ്പ് ഇട്ടല്ലോ. എന്താ ചേച്ചി? ഏയ് ഒന്നുമില്ല. ചേച്ചി ഏയ് ഒന്നുമില്ല. ഫോൺ ലോക്ക് ചെയ്തതാണ്. അമ്പടിക്കേമേ. ഞാൻ ഇനി അമ്മയുടെ അടുത്ത് ചെല്ലട്ടെ. സർട്ടിഫിക്കറ്റ് ചിലപ്പോ ദിയയുടെ ബാഗിലായിരിക്കും. അപ്പൊ എടുത്തെങ്കിൽ അവനിങ്ങ് തരുമായിരുന്നു. എന്താ ചേച്ചി? ഏയ് ഒന്നുമില്ല. വൈകുന്നേരം നമുക്ക് പുറത്തു പോയി കളിക്കാം. ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചതാ. കളിക്കാം. പക്ഷേ ചേച്ചി കള്ളക്കളി കളിക്കരുത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഏയ് ഞാൻ വെറുതെ പറഞ്ഞതാ. അമ്മ. എന്താ മോളെ? അമ്മ എന്നെ അന്വേഷിച്ചു അപ്പു പറഞ്ഞു. എന്താ അമ്മ? ഞാൻ അന്വേഷിച്ചു. എന്തായാലും മോള് വന്നതല്ലേ, ഇവിടെ ഇരിക്കും. എന്താ അമ്മ? അമ്മ ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയൂ? അയ്യോ, എന്തായിരിക്കും അമ്മ ചോദിക്കാൻ പോകുന്നത്? എന്താ അമ്മ? മുൻപും ചോദിച്ചിട്ടുള്ളത് തന്നെയാ. മോൾക്ക് ഈ വീടും ഞങ്ങളെയൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടോ? അയ്യോ അമ്മ, അങ്ങനെയൊന്നും പറയല്ലേ. എന്തോ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. വേണ്ട, അങ്ങനെയൊന്നും തോന്നണ്ട അമ്മയ്ക്ക്. ശരി, തൽക്കാലം അമ്മയുടെ തോന്നൽ മാറ്റിവെക്കാം. പിന്നെ കുറച്ച് ജോലിയും കൂടി ഉണ്ട്. അമ്മ ഇത് ചെയ്യട്ടെ? കള്ളങ്ങളാ ചേച്ചി ചെയ്യുന്നത്. എന്നെ കുറെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. ലോക്ക് ചെയ്തത് എന്നെ പേടിച്ചിട്ട് തന്നെയാ.
എന്തൊക്കെയോ കള്ളങ്ങളുണ്ട്. എന്ത് വെച്ചിട്ടായിരിക്കും ലോക്ക് ചെയ്തിരിക്കുന്നത്? അപ്പോനായിരിക്കോ? അപ്പോ ഇത് ചേച്ചിയല്ല. ചേച്ചിയാണെങ്കിൽ എന്റെ പേര് വെക്കും. അമ്മ അമ്മയെന്ന വാക്കായിരിക്കോ ലോക്ക് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ രഹസ്യങ്ങളുള്ളെന്ന് നോക്കാം. ചേച്ചി അയ്യോ, ഒരേപോലത്തെ രണ്ടുപേര്. ഇനിയിപ്പോ ആളുമാറി വന്നതാണോ? അതെ, കള്ള. എന്തൊക്കെ കള്ളത്തര ചേച്ചി ചെയ്തേ? എല്ലാവരെയും പറ്റിച്ചു. അതോ എല്ലാം എന്റെ തോന്നലാണോ? അതോ ഇനി ഇതൊക്കെ എന്റെ തോന്നലാണോ? അതോ ഞാൻ സ്വപ്നം കാണുവാണോ? എല്ലാം ഒന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം. അച്ഛാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഒന്നോ? ഇഷ്ടംപോലെ ചോദിച്ചോ. എന്താ നിനക്കറിയേണ്ടത്? ഒരാളെ പോലെ ഒരുപാട് പേരുണ്ടോ അച്ഛാ? എന്താ? അതായത് ഇപ്പൊ എന്നെ പോലെ ഇതേ രൂപത്തിൽ വേറെ ആരെങ്കിലും ഈ ലോകത്തുണ്ടാവോ? എന്താ മോനെ? അച്ഛൻ പറയണം. എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ചേച്ചിയെ പോലെ വേറെ ആരെങ്കിലും ഈ ലോകത്തുണ്ടാവോ? സ്വഭാവമാണോ രൂപമാണോ? ഈ കാര്യം എന്താണെന്ന് വ്യക്തമാക്കി പറ. എന്നാലല്ലേ നിന്റെ സംശയം മാറുന്ന തരത്തിലുള്ള ഉത്തരം എനിക്ക് പറയാൻ പറ്റൂ. കാര്യം പറപ്പൂ. എനിക്ക് കുറെ സംശയങ്ങളുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാ ഞാൻ ചോദിക്കുന്നേ. എനിക്കറിയണോ അത്? ഒരാളെ പോലെ ലോകത്ത് 7 പേരുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. പിന്നെ ട്വിൻസ് ഒരുപോലെ ഇരിക്കും. ഈ ട്വിൻസ് എന്ന് വെച്ചാ ഇരട്ടകളല്ലേ? അതെ, ഇരട്ടകൾ. അല്ല, ഇരട്ടകൾ എപ്പോഴും ഒരേ രൂപമായിരിക്കോ? അതിപ്പോ പലതരത്തിലുണ്ടപ്പോ. ചില ട്വിൻസിനെ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. എന്നാ അച്ഛനമ്മമാർക്ക് വരെ തെറ്റിപ്പോകുന്ന ട്വിൻസും ഉണ്ട്.
എന്നുവെച്ചാ അച്ഛനും അമ്മയ്ക്കും പോലും മാറിപ്പോവുന്ന. അതെ, അങ്ങനെ തെറ്റിപ്പോ. അച്ഛന് ഏതെങ്കിലുമൊക്കെ ഇരട്ട കുട്ടികൾ അറിയാമോ? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അച്ഛന് ഉത്തരം പറയണം. നമ്മുടെ പരിചയത്തിലോ കുടുംബത്തിലോ ഏതെങ്കിലും ട്വിൻസ് ഉണ്ടോ? അപ്പോ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ ചോദിക്കുന്നേ. കാര്യം പറ അപ്പു. അച്ഛനോട് ഇപ്പൊ പറഞ്ഞ പ്രശ്നമാവും. ഒന്ന് പ്ലാൻ ചെയ്തിട്ട് മതി. ഒന്നുമില്ല അച്ഛാ, ഞാനേ ഇരട്ടക്കുട്ടികളെ കുറിച്ച് വായിച്ചപ്പോ ചോദിച്ചതാ. ഓ, ഇവിടെ ആരും ഒന്നും പറഞ്ഞു തരുന്നില്ലല്ലോ. എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഭ്രാന്ത് പിടിക്കുക. എന്നും ചേച്ചത് എന്താ ചെയ്തത്? ആ, മോനെ, എന്താ മോനെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്തെങ്കിലും വിഷമമുണ്ടോ? മോൻ വാ. ചേച്ചി പ്ലീസ്, ചേച്ചി ഒന്ന് ചെന്നേ. ഞാനൊന്ന് സമാധാനമായിട്ട് ഇരിക്കട്ടെ. എന്തു പറ്റി മോനെ? എനിക്കൊന്നും പറ്റിയില്ലേ? ഹാ, എനിക്ക് മനസ്സിലായി കാര്യങ്ങള്. ചേച്ചിക്ക് എന്ത് മനസ്സിലായി? ദിയമോളുടെ കാര്യത്തിലല്ലേ മോന് ടെൻഷൻ? ദിയമോളോ? ഏത് ദിയമോള്? ഇവിടെ ദിയമോളില്ല, കീയമോളില്ല. എന്താ മോനെ പറയുന്നത്? പറയുന്നത് കേട്ടില്ലേ? ഈ വീട്ടിൽ ദിയമോൾ ഇല്ലെന്ന്. ദിയമോൾ ഇല്ലെന്ന് വെച്ചാ? ദിയമോൾ ഇല്ലെന്ന് വെച്ചാ പിന്നെന്താ? ദിയമോൾ ഇല്ല, അത്ര തന്നെ. അപ്പൊ ഈ വീട്ടിലെ മോളോ? അത് വേറെ മോളാ. മോൻ എന്തൊക്കെയാ ഈ പറയുന്നത്? സ്വബോധത്തോടുകൂടി തന്നെയാണല്ലോ പറയുന്നത്. എനിക്ക് ബോധമൊന്നും പോയിട്ടില്ല, ഉള്ളത് തന്നെയാ പറയുന്നത്. എന്തൊക്കെയാ മോനെ ഞാനീ കേൾക്കുന്നേ? അതെനിക്കെങ്ങനെ അറിയാം? അപ്പോ ഇന്ന് വൈകിട്ട് വീട്ടു സാധനം ഒന്നും വാങ്ങിക്കാൻ പോണ്ടല്ലേ? എന്തെന്ന്? അല്ല, മോൻ പറഞ്ഞല്ലോ ലിസ്റ്റ് തയ്യാറാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കണോന്ന്. അതിന്റെ കാര്യമാ. അതിനൊന്നും മാറ്റമില്ല, അതൊക്കെ പറഞ്ഞ പോലെ തന്നെ. ശരി മോനെ. മോനെ, എന്തുവാ? മോനെ, ചേച്ചി ഒന്ന് ചോദിക്കട്ടെ, ഇവിടെയുള്ളത് ദിയമോൾ അല്ലെങ്കിൽ പിന്നെ ഇതാരാ? ഓ പ്ലീസ് ട്രൈ ചേച്ചി, ഒന്ന് പോയിട്ടാ. ഇപ്പൊ തന്നെ മാഡത്തിനോട് പറയണം ഇത് ദിയമോളല്ലെന്ന്. ചേച്ചി എന്താ ചതിവ് കാണിച്ചത്? അപ്പൊ വക്കീലാവാന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അല്ലേ അമ്മേ? വക്കീലാവുകയല്ല, ലോകത്തെ ഏത് ജോലിയും പ്രയാസമാണ്. പക്ഷെ ജോലിയെ നമ്മൾ ഇഷ്ടപ്പെട്ട അത് എളുപ്പമായിട്ട് തോന്നും. എനിക്കും വക്കീലായാ മതി. വക്കീലോ? അപ്പൊ മന്ത്രിയാവണ്ടേ? മന്ത്രിയോ? എനിക്ക് രാഷ്ട്രീയമൊന്നും ശരിയാവില്ല.
അപ്പുമോ പറഞ്ഞത് നേരെ. ഇത് ദിയമോളല്ല. ഏ രാഷ്ട്രീയം ശരിയാവില്ലെന്നോ? മന്ത്രി ആവണ്ടെന്നോ? അതെന്താ പെട്ടെന്ന് അഭിപ്രായം മാറ്റാൻ കാരണം? ഓ, ദിയക്ക് മന്ത്രിയാവണമെന്നാണല്ലോ ആഗ്രഹം. അല്ല, രാഷ്ട്രീയത്തിലെ ചില കുഴപ്പങ്ങളൊക്കെ വായിച്ചപ്പോ എനിക്ക് തോന്നിയതാ. ഓക്കെ, ഞാൻ രാഷ്ട്രീയക്കാരിയാവാം. മാഡം. എന്താ രാജി? ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ ശകലം ജോലിയിലാ രാജി. എന്താന്ന് വെച്ചാ പറയാ. മാഡം, ഒന്ന് പുറത്തേക്ക് വരൂ. നമ്മളെ അയ്യോ, മോള് വേണ്ട, മാഡം മാത്രം മതി. എന്നാ മോൾ ഇവിടെ ഇരിക്കുക, അമ്മ ഇപ്പൊ വരാം. എന്താ രാജി? ഒന്ന് വരൂ മാഡം. മാഡം, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണല്ലോ. എന്താ രാജി? അല്ല, അപ്പുമോനൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ കാര്യം? അല്ല, അപ്പുമ്പോ മാഡത്തിനോട് പറയുന്നതാണല്ലോ. എന്നിട്ടെന്താ ഇത് പറയാഞ്ഞേ? കാര്യം പറയൂ രാജി. എനിക്ക് അത് പറയാൻ തന്നെ പേടിയാ മാഡം. ടെൻഷൻ ആക്കാതെ ഒന്ന് പറയൂ രാജി. നമ്മുടെ ദിയമോളില്ലേ, അത് ദിയമോളല്ലെന്ന്. എന്താ എന്താ രാജി പറഞ്ഞേ? അപ്പുമോൻ എങ്ങനെയോ കണ്ടുപിടിച്ചതാ. ഇവിടെ ഉള്ളത് ദിയമോളല്ലെന്ന്, വേറെ ആരും ആണെന്ന്.